ഹായ്, കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയുന്നത്. അതായത് ആക്റ്റീവ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. ഞാൻ റിസൾട്ടുകൾ വരുന്ന സമയത്ത് സ്റ്റോക്കുകളിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോയിൽ ഒരു കമൻറ്റും വന്നിരുന്നു, ഈ സെക്ടർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നുള്ളൂ, അതുപോലെ തന്നെ മനോരമ ഇൻഡസ്ട്രീസിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് സംസാരിച്ചിരുന്നു. സോ അതിനുള്ള റിപ്ലൈ കൂടെ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ സെക്ടർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹൈ ഗ്രോത്ത് ഉള്ള സെക്ടറാണ്. അതായത് നല്ല ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ആ സെക്ടർ ഗ്രോത്ത് നോക്കുന്നത് നമ്മൾ വേറെ എങ്ങും പോയിട്ട് നോക്കുകയല്ലേ ചെയ്യുന്നത്. ആ സെക്ടറിലെ മേജർ പ്ലേയേഴ്സ്, അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയുമ്പോഴത്തേനും നമുക്കിപ്പോൾ FMCG സെക്ടർ ആ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങനത്തെ സെക്ടേഴ്സ് എടുക്കുക, നമ്മൾ ഇൻഡസ്ട്രി എടുക്കുക. ഒരു ബിസിനസ്സിൽ ഹൈ ഗ്രോത്ത് ഉള്ള, ഇപ്പം നമ്മൾ റീറ്റെയിൽ ജ്വല്ലറിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ കല്യാൺ സെൻകോയുടെ ഒക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ നമ്മൾ റീറ്റെയിൽ ജ്വല്ലറിനെ മാത്രമാണ് എടുക്കുന്നത്. അവിടെ നമ്മൾ B2B ബിസിനസ്സുകൾ എടുക്കുന്നില്ല. B2C ആയിട്ടുള്ള കല്യാണം സെൻകോയും പിൻ ഗഡ്ഗിലേക്കാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. സെയിം ലെവൽ നമുക്ക് B2Bയിൽ സ്കൈ ഗോൾഡും അല്ലെങ്കിൽ ശാന്തി ഗോൾഡ് ഒക്കെ പോലത്തെ കമ്പനികൾ വേറെ ഉണ്ട്. അവർ